എല്ലാവർക്കും സൊല്യൂഷൻസ് അഥവാ ലൈനുകൾ എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ഉള്ളൊരു ടോപ്പിക്കാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 2 gram of a substance in 18 gram water. Calculate the mass percentage. 18 gram ജലത്തിൽ 2 gram ലീനം ചേർത്തിട്ടാണ് ഒരു ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മാസ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഓർത്ത് വെക്കുക, കുറഞ്ഞ അളവിലുള്ള ആളായിരിക്കും നമ്മുടെ സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ള ആളാണ് സോൾവെന്റ്. അപ്പോ ഇവിടെ കുറഞ്ഞ അളവ്, അതായത് 2 gram എന്ന് തന്നിട്ടുണ്ട്, അതായിരിക്കും നമ്മുടെ സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂട്ടിന്റെ മാസ് കിട്ടിക്കഴിഞ്ഞു 2 gram. ഇനി വേണ്ടത് സോൾവെന്റിന്റെ മാസ് ആണോ ലായകത്തിന്റെ മാസ് ആണോ? അല്ല, സൊല്യൂഷൻ ലായനിയുടെ മാസ് ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 18 gram എന്ന് പറയുന്നത് നമ്മുടെ സോൾവെന്റിന്റെ ലായകത്തിന്റെ മാത്രം മാസ് ആണ്. സൊല്യൂട്ടും സോൾവെന്റും ചേരുമ്പോഴാണ് സൊല്യൂഷൻ ആവുന്നത്. ലീനവും ലായകവും ചേരുമ്പോഴാണ് ലായനി ഉണ്ടാവുന്നത്. അപ്പോ ഈ സൊല്യൂട്ടിന്റെ മാസായ 2 ഗ്രാമും സോൾവെന്റിന്റെ മാസായ 18 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ അഥവാ ലായനിയുടെ മാസ് കിട്ടുന്നത്. സോ 2 + 18 ഇൻറ്റു 100 എന്ന് വരും. അതായത് 2/20 ഇൻറ്റു 100 എത്ര വരിക? 0 വെട്ടിപ്പോയി, 2 വെട്ടിപ്പോയി 1. സോ 10% എന്ന് ഉത്തരം കിട്ടും. ഈസി.